Welcome to Shida's Talk. Hello everyone. Today I'm going to help you to study Class 5 English, The Kissing Hand from the first unit, The Warmth of Love. അപ്പോൾ ഞാനിന്ന് ഏത് പാഠഭാഗമായിട്ടാണ് മുന്നിൽ വന്നിരിക്കുന്നതെന്ന് മനസ്സിലായല്ലോ അല്ലേ? 5ാം ക്ലാസ്സിലെ ആദ്യത്തെ യൂണിറ്റ് ദ വാംത്ത് ഓഫ് ലവ് എന്ന ഭാഗത്തുള്ള ഫസ്റ്റ് ലെസനാണ് ദ കിസ്സിങ് ഹാൻഡ്. അപ്പോൾ ഈ ഒരു പാഠഭാഗമാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ക്ലാസ് മുഴുവനായിട്ട് കേൾക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഉപകാരപ്രദമാകുന്നതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഡിയേഴ്സ്, നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് കിടക്കാം. നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കാണല്ലേ. അപ്പോൾ എന്താ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേര്? ദ വാംത്ത് ഓഫ് ലവ്. എന്താണ് വാംത്ത് ഓഫ് ലവ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? സ്നേഹത്തിൻ്റെ ഊഷ്മളത അല്ലേ. അപ്പം നമുക്ക് ഇവിടെയുള്ള ഈ പിക്ചർ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൽ കാണിക്കുന്ന ഓരോ ഭാഗങ്ങളും ആ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു ഊഷ്മളത തന്നെയാണല്ലേ. ഇവിടെ ഫസ്റ്റിൽ നമ്മളിവിടെ ഒരു ഫാമിലി കാണുന്നുണ്ട്. ഒരു ഫാദറിനെ കാണുന്നുണ്ട്, മദറിനെ കാണുന്നുണ്ട്, അവരുടെ ഒരു കുട്ടിയും കാണുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഫേസ് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കറിയാം അവരെല്ലാം നല്ല ഹാപ്പിയിലാണുള്ളത്. അതോടൊപ്പം തന്നെ ആ ഒരു പാർക്കിലൊരു ഭാഗത്ത് കുറച്ച് കുട്ടികൾ കളിക്കുന്നുണ്ട്. അവരും വളരെയധികം സന്തോഷത്തിലാണ്. ഇവിടെ ആ ഒരു വലിയ മരത്തിന് മുകളിൽ നമുക്ക് ആരെ കാണാൻ പറ്റുന്നുണ്ട്? കുറച്ച് കുഞ്ഞു കിളികളെയും അതിൻ്റെ അമ്മക്കിളിയും അല്ലേ. ഇവരെല്ലാവരും തന്നെ വളരെയധികം സന്തോഷത്തിലാണുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു സ്നേഹത്തിൻ്റെ അല്ലേ, കുടുംബ ബന്ധങ്ങളുടെ ഒരു ആഴം, ആ ഒരു ഊഷ്മളത അത് നമുക്ക് ഈ ഒരു പിക്ചറിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ താഴെ എന്ത് കൊടുത്തിട്ടുണ്ട്? റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഒരു വരികൾ കൊടുത്തിട്ടുണ്ട്. എന്താ അത്? എർത്ത് ഈസ് ദ റൈറ്റ് പ്ലേസ് ഫോർ ലവ് അല്ലേ. അതെ, ശരി തന്നെയാണ്. ഭൂമി തന്നെയാണ് സ്നേഹിക്കാനുള്ള ശരിയായ സ്ഥലം അല്ലേ. ഭൂമിയിൽ തന്നെയല്ലേ നമ്മൾ ഈ സ്നേഹത്തിൻ്റെ വിവിധ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നത്? ഭൂമിയിലല്ലേ. അപ്പോൾ ഭൂമി തന്നെയാണ് സ്നേഹത്തിൻ്റെ ശരിയായ സ്ഥലം അല്ലേ. ഇനി നമുക്ക് ലെസണിൽ നേരെ പോകുന്നതിന് മുമ്പ് ഇവിടെ ഒരു പിക്ചർ കാണാൻ പറ്റുന്നുണ്ട്. ഒന്നാമത്തെ പിക്ചറിൽ എന്താ? സന്തോഷത്തോടെ സ്കൂളിൽ പോകുന്നൊരു കുട്ടിയെയും അവന് സന്തോഷത്തോടെ യാത്രയാക്കുന്ന ഒരു അമ്മയും കാണാൻ പറ്റുന്നുണ്ട്. രണ്ടാമത്തെ പിക്ചറിലോ ആ കുട്ടി കരയാണ്. സംഭവം ആ യൂണിഫോമും ആ ബാഗൊക്കെ കാണുമ്പോൾ നമുക്കറിയാം സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ആ കുട്ടി കരയാണ്. കുട്ടി കരയുമ്പം അമ്മയും എന്ത് ചെയ്യുന്നുണ്ട്? വല്ലാതെ വിഷമിക്കുന്നുണ്ട്. ആ ഒരു പിക്ചറാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് ലുക്ക് അറ്റ് ദി പിക്ചർ അബൌവ് 2 boys ആർ ഗെറ്റിംഗ് റെഡി ഫോർ സ്കൂൾ. 2 കുട്ടികളും സ്കൂളിൽ പോകാൻ റെഡിയായിരിക്കുകയാണ്. അപ്പോൾ എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ അതിൽ ചോദിക്കുന്നത്? വാട്ട് ഈസ് ദ ഫസ്റ്റ് ബോയ് ഡൂയിങ്? നമുക്കറിയാം അല്ലേ. ഹീ ഈസ് വെരി ഹാപ്പിലി ഗോയിങ് ടു ദ സ്കൂൾ. വളരെ സന്തോഷത്തോടെ എവിടേക്ക് പോവുകയാണ്? സ്കൂളിലേക്ക് പോവുകയാണ്. ഇനി അവിടെ ചോദിക്കുക, ഈസ് ഹി ഹാപ്പി? ഡെഫിനറ്റ്ലി അല്ലേ. ഉറപ്പായിട്ടും ആ കുട്ടി എന്താ? വളരെ സന്തോഷവാനാണ്. അത് ആ കുട്ടിയുടെ ഫേസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. വാട്ട് ഈസ് ദ റീസൺ? എന്തുകൊണ്ടായിരിക്കാം കുട്ടി അത്ര സന്തോഷിക്കുന്നത്? ഒരുപക്ഷെ ആദ്യമായി സ്കൂളിൽ പോകുന്നതിൻ്റെ ആ ഒരു ത്രില്ലിലായിരിക്കും ആ കുട്ടി ഉണ്ടാവുക. ആ ഒരു സന്തോഷമാണ് നമുക്ക് ആ കുട്ടിയുടെ മുഖത്ത് കാണാൻ പറ്റുന്നത്. അതിന് വാട്ട് അബൌട്ട് ദ സെക്കൻഡ് ബോയ്? സെക്കൻഡ് ബോയുടെ കാര്യം എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, കുട്ടി കരയാണ്. വാട്ട് ഈസ് ഹിസ് മദർ ഡൂയിങ്? മദർ അപ്പം എന്താ ചെയ്യുന്നത്? ആ കുട്ടി കരയുമ്പം മദറും കുറച്ച് സങ്കടത്തിൽ മദറും ഈ ഒരു കരയുന്ന കുട്ടിയെ എന്താ ചെയ്യുക? സ്കൂളിൽ അയക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. ചിലപ്പോൾ ചില അമ്മമാർക്കൊക്കെ എന്ത് ചെയ്യും?
വെറുതെ ഇങ്ങനെ കരയുന്ന കുട്ടികൾ ദേഷ്യം വരും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫീലിംഗ് ആണ് നമുക്കിവിടെ ആ മദറിൻ്റെ പിക്ചർ നോക്കിയാൽ മനസ്സിലാവുന്നത്. നിങ്ങൾക്കത് വ്യക്തമായി നിരീക്ഷിച്ച് എന്താണോ നിങ്ങൾക്ക് ഏത് ഫീലിംഗ് ആണോ നിങ്ങൾക്ക് തോന്നുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് ആൻസർ പറയാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്? നൗ യുവർ ടീച്ചർ വിൽ ടെൽ യു അബൌട്ട് ഹിസ് ഓർ ഹെർ ഡേ അറ്റ് സ്കൂൾ. നിങ്ങളുടെ ടീച്ചർ എന്ത് ചെയ്യും? അവരുടെ ഫസ്റ്റ് ഡേ, സ്കൂളിലേക്ക് പോകുന്ന ആ ഒരു ഫസ്റ്റ് ഡേയുടെ അനുഭവം നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഹൗ വാസ് യുവർ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ? നിങ്ങളുടെ അനുഭവം എന്തായിരുന്നു? ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സിനോട് മാത്രമല്ല, നിങ്ങൾക്ക് ക്ലാസ്സിൽ വെച്ചിട്ട് തന്നെ നിങ്ങളെ ടീച്ചറെ മുമ്പിൽ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അല്ലേ? നിങ്ങളുടെ ഫസ്റ്റ് ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന അനുഭവം എന്താണെന്നൊക്കെ. അപ്പോൾ നമ്മൾ ആ ഒരു ഫസ്റ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ദ വാംത്ത് ഓഫ് ലവ് എന്നുള്ള നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് ലെസൺ എന്താ? ദ കിസ്സിങ് ഹാൻഡ്. ദ കിസ്സിങ് ഹാൻഡ്. എന്താ കിസ്സിങ് ഹാൻഡ്? ഉമ്മ വെച്ച കൈകൾ അല്ലേ? നമുക്ക് നോക്കാം എന്താണ് ഇതിൽ പറയുന്നതെന്ന്. അപ്പോൾ ഈ സ്റ്റോറി എന്തിനെക്കുറിച്ചാണെന്ന് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ഇൻ ദിസ് സ്റ്റോറി എ ലിറ്റിൽ റക്കൂൺ നെയ്മഡ് ചെസ്റ്റർ ഈസ് ഹെസിറ്റൻറ്റ് അബൌട്ട് ഗോയിങ് ടു സ്കൂൾ. നൗ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻ ടു ഹിം. നമ്മുടെ രണ്ടാമത്തെ പിക്ചറിലെ കുട്ടിയെ പോലെയാണ് ഇവിടെ റക്കൂണിൻ്റെ അവസ്ഥ. എന്താണ്? റക്കൂൺ എന്താ ചെയ്യുന്നത്? റക്കൂണിൻ്റെ പേരും പറഞ്ഞിട്ടുണ്ട് അല്ലേ? റക്കൂണിൻ്റെ പേരെന്താ? ചെസ്റ്റർ എന്നാണ്. അപ്പോൾ ഈ ചെസ്റ്റർ എന്ന് പറയുന്ന റക്കൂൺ എന്ത് ചെയ്യാണ്? സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് മടിക്കുകയാണ് അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് അവൻ്റെ ആ ഒരു സ്കൂളിൽ പോകുന്നതിന് മുമ്പായിട്ട് ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. റക്കൂണിനെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ അല്ലേ? ഇവിടെ നമ്മൾ പിക്ചറിൽ കാണുന്നുണ്ട്, റക്കൂണിനെ കാണുന്നുണ്ട്. കാർട്ടൂണിലൊക്കെ നിങ്ങൾക്ക് വളരെ പരിചിതമായിരിക്കും അല്ലേ റക്കൂൺ? അപ്പോൾ ഇവിടെ നമ്മുടെ റക്കൂണിൻ്റെ പേരെന്താ? ചെസ്റ്റർ. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ കഥയിൽ പറയുന്നതെന്ന്. ചെസ്റ്റർ റക്കൂൺ സ്റ്റുഡ് അറ്റ് ദ എഡ്ജ് ഓഫ് ദി ഫോറസ്റ്റ് ആൻഡ് ക്രൈഡ്. ആ കാടിൻ്റെ, ആ ഫോറസ്റ്റിൻ്റെ അരികിൽ നിന്നിട്ട് എന്താണ് അതിൻ്റെ ബൗണ്ടറി അല്ലേ, ലാസ്റ്റിലോട്ട്, ഫോറസ്റ്റിൻ്റെ ലാസ്റ്റ് അവിടെ നിന്ന് ചെസ്റ്റർ റക്കൂൺ എന്ത് ചെയ്യാണ്? കരയുകയാണ്. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ ഹി ടോൾഡ് ഹിസ് മദർ. എന്താ അമ്മയോട് പറയുന്നത്? എനിക്ക് സ്കൂളിലേക്ക് പോകേണ്ട. ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു. എനിക്ക് അമ്മയോടൊപ്പം വീട്ടിൽ നിന്നാൽ മതി. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം കളിക്കണം. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്. എനിക്ക് എൻ്റെ ടോയ്സിനോടൊപ്പം കളിക്കണം. ഐ വാണ്ട് ടു റീഡ് മൈ ബുക്സ്. എനിക്ക് എൻ്റെ പുസ്തകങ്ങൾ വായിക്കണം. ഐ വാണ്ട് ടു സ്വിങ് ഓൺ മൈ സ്വിങ്. എനിക്കെൻ്റെ ഊഞ്ഞാലിലിരുന്ന് ഊഞ്ഞാലാടണം. പ്ലീസ് മേ ഐ സ്റ്റേ ഹോം വിത്ത് യു. അമ്മയോട് അപേക്ഷിക്കുകയാണല്ലേ, ദയവേത് ഞാൻ അമ്മയോടൊപ്പം താമസിച്ചോട്ടെ. മിസ് റക്കൂൺ ടുക്ക് ചെസ്റ്റർ ബൈ ദ ഹാൻഡ് ആൻഡ് നസിൽഡ് ഹിസ് ഇയർ. മിസ് റക്കൂൺ എന്ത് ചെയ്തു? ചെസ്റ്ററിനെ കയ്യിലേക്കെടുത്ത്, അത് നസിൽഡ് ഹിസ് ഇയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇയറിനെ കൊണ്ട് ഒന്ന് മുഖത്തൊക്കെ, ആ ഒരു മുഖത്തൊക്കെ ഉരച്ച്, ആനിമൽസ് ആണല്ലേ, മുഖത്തൊക്കെ ഉരച്ച് ആ ഒരു ഓമനിക്കുക, ആ ഒരു സ്നേഹപ്രകടനം നടത്തുക അല്ലേ? അത് നടത്തിയിട്ട് എന്താ പറയുന്നത്? ചെസ്റ്റർ പറയാണ്, സംടൈംസ് വി ഓൾ ഹാവ് ടു ഡു തിങ്സ് വി ഡോണ്ട് വാണ്ട് ടു ഡു അല്ലേ? ചിലപ്പോൾ നമ്മളെല്ലാവരും എന്ത് ചെയ്യേണ്ടി വരും? നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളും ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരും. ഷീ ടോൾഡ് ഹിം ജെന്റ്ലി. വളരെ മാന്യമായി പതുക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് കുട്ടിയെ. Even if they seem strange and scary at first, but you will love school once you start. You will make new friends and play with the new toys. You can read new books and swing on new things. കുട്ടിയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന എന്തൊക്കെയാണ്? ഈവൺ ഇഫ് ദി സീം സ്ട്രേഞ്ച് ആൻഡ് സ്കാരി അറ്റ് ഫസ്റ്റ് അല്ലേ? നമുക്ക് ആദ്യ കാഴ്ചയിൽ തന്നെ കാണുമ്പോൾ നമുക്ക് വളരെ അപരിചിതമായി തോന്നുന്നതും പേടിപ്പെടുത്തുന്നതാണെങ്കിലും നമ്മൾ ചിലപ്പോഴെന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ നമ്മളത് ചെയ്യേണ്ടി തന്നെ വരും. നമുക്കത് മാറ്റി നിർത്താൻ വേണ്ടി പറ്റില്ല. എനിക്കത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കാൻ പാടില്ല. ഇവിടെ തന്നെ നമുക്കറിയാം, ചെസ്റ്ററിന് സ്കൂളിൽ പോകാൻ എന്താണ് മടിയാ. അത് വിചാരിച്ചിട്ട് ചെസ്റ്ററിനെ അയക്കാതിരിക്കാൻ വേണ്ടി പറ്റുമോ? ഒരിക്കലും ഇല്ല അല്ലേ? ചെസ്റ്ററിന് ഇഷ്ടമില്ലെങ്കിലും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്കൂളിൽ പോയി പഠിക്കേണ്ടത് നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഇവിടെ അമ്മ എന്ത് പറയുന്നത്? ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ചെയ്യേണ്ടതായി വരും. ബട്ട് യു വിൽ ലവ് സ്കൂൾ വൺസ് യു സ്റ്റാർട്ട്.
എന്നിട്ട് എന്താ പറയുന്നത്, നിനക്ക് സ്കൂളിൽ പോയി തുടങ്ങിയാൽ തീർച്ചയായും എന്ത് ചെയ്യും, നിനക്ക് സ്കൂള് ഇഷ്ടപ്പെടാൻ തുടങ്ങും. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ്, നിനക്ക് പുതിയ ഫ്രണ്ട്സിനെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്, പുതിയ ടോയ്സിനോടൊപ്പം കളിക്കാൻ പറ്റും. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ന്യൂ സീൻസ്, എനിക്ക് പുതിയ പുസ്തകങ്ങൾ വായിക്കാം, കൂടാതെ പുതിയ ഊഞ്ഞാലിലിരുന്നിട്ട് ആടാം. അല്ലാതെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതിയെന്ന് നീ ചിന്തിക്കണ്ട. സ്കൂളിൽ പോയാൽ ഇതുപോലുള്ള പുത്തൻ അനുഭവങ്ങൾ നിനക്ക് ഉണ്ടാവും. Besides, she added, I know a wonderful secret that will make your nights at school seem as warm and cozy as your days at home. ഇവിടെ എന്താ പറയുന്നതമ്മ? കൂടാതെ ഞാൻ നിനക്ക് എന്ത് തരാം, ഒരു സീക്രട്ട്, ഒരു വണ്ടർഫുൾ സീക്രട്ട് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ആ സീക്രട്ട് എങ്ങനെയാണ് ഇവിടെ ചെസ്റ്ററിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? അവൻ്റെ രാത്രികളെ വീട്ടിലുള്ള പകല് പോലെ എന്താക്കും, നല്ല മനോഹരമാക്കും. അത്തരത്തിലുള്ളൊരു സീക്രട്ട് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ചെസ്റ്റർ വൈപ്ഡ് അവേ ഹിസ് ടിയേഴ്സ് ആൻഡ് ലുക്ക്ഡ് ഇൻട്രസ്റ്റഡ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ചെസ്റ്ററിന് ഭയങ്കര ആവേശമായി അല്ലേ, ഭയങ്കര ഇൻട്രസ്റ്റായി. അപ്പോൾ വിചാരിക്കുകയാണ്, കാരണം ആ സ്കൂളിൽ പോകാൻ ഈ പേടിയുള്ള എനിക്ക് ആ ഒരു സീക്രട്ട് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഞാൻ എങ്ങനെയാണോ കംഫർട്ടായിട്ടുള്ളത് അതുപോലെ സ്കൂളിലും ഇരിക്കാൻ പറ്റുമെന്നാണ് ആര് പറയുന്നത്, അമ്മ പറയുന്നത്. അപ്പോൾ ആ സീക്രട്ട് കേൾക്കാൻ വളരെ ഇൻട്രസ്റ്റോടു കൂടി കണ്ണുനീരൊക്കെ തുടച്ച് ചെസ്റ്റർ നോക്കുകയാണ്. എ സീക്രട്ട്? വാട്ട് കൈൻഡ് ഓഫ് സീക്രട്ട്? സീക്രട്ടോ? എന്ത് തരത്തിലുള്ള സീക്രട്ട്? എ വെരി ഓൾഡ് സീക്രട്ട്. ഇതൊരു പഴയ സീക്രട്ടാണ്. ആരാ പറയുന്നത്? സെഡ് മിസ് റക്കൂൺ. ചെസ്റ്ററിൻ്റെ അമ്മ അല്ല പറയാണ്. ഐ ലേൺഡ് ഇറ്റ് ഫ്രം മൈ മദർ ആൻഡ് ഷീ ലേൺഡ് ഇറ്റ് ഫ്രം ഹെർ മദർ. ഇറ്റ്സ് കോൾഡ് ദ കിസ്സിങ് ഹാൻഡ്. ഞാനിത് പഠിച്ചത് എൻ്റെ അമ്മയിൽ നിന്നാണ്. എൻ്റെ അമ്മയ്ക്കിത് കിട്ടിയതോ അവരുടെ അമ്മയിൽ നിന്നാണ്. ഇതിൻ്റെ പേരാണ്, ആ സീക്രട്ടിൻ്റെ പേരാണ് എന്താ? കിസ്സിങ് ഹാൻഡ് അല്ലേ? അതാണ് ആ സീക്രട്ടിൻ്റെ പേര്. ദ കിസ്സിങ് ഹാൻഡ്? ആസ്ക്ഡ് ചെസ്റ്റർ. വാട്ട്സ് ദാറ്റ്? അപ്പം ചോദിക്കുക, കിസ്സിങ് ഹാൻഡ്, വാട്ട്സ് ദാറ്റ്? അതെന്താണ്? ഐ ഷോ യു. അപ്പം അമ്മ എന്താ പറഞ്ഞേ? ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഈ സീക്രട്ട് പറയാനുള്ളതല്ല അല്ലേ, കാണിച്ചു തരാനുള്ളതാണ്. ഞാൻ നിനക്കത് കാണിച്ചു തരാം. ഈ ക്ലാസ്സുകൾ നമ്മളെടുത്ത് പോകുന്നതിൻ്റെ ഇടയിലൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ആ ക്വസ്റ്റ്യൻസ് ഞാൻ വേറെ തന്നെ ചെയ്യുന്നതായിരിക്കും. അധികം വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് കിട്ടും കേട്ടോ. ഓക്കെ. ദെൻ മിസ് റക്കൂൺ ടുക്ക് ചെസ്റ്റേഴ്സ് ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് സ്പ്രെഡ് ഹിസ് ടൈനി ഫിംഗേഴ്സ് ഇൻ ടു എ ഫാൻ. ചെസ്റ്റർ എന്ത് ചെയ്യാണ്? മിസ് റക്കൂൺ എന്ത് ചെയ്യാണ്? ചെസ്റ്ററുടെ കൈ പിടിച്ച് ഇങ്ങനെ വിടർത്തി വെച്ചു. ലീനിങ് ഫോർവേഡ് ഷി കിസ്ഡ് ചെസ്റ്റർ റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. എന്നിട്ട് മുന്നോട്ടേക്ക് കാഞ്ഞ് ചെസ്റ്ററിൻ്റെ ആ കൈ വിടർത്തി വെച്ച ആ കൈയിലേക്ക്, ലെഫ്റ്റ് ഹാൻഡിലേക്ക് എന്ത് ചെയ്തു? ഷി കിസ് ദ ചെസ്റ്റർ റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. കൈപ്പത്തിയുടെ ഉള്ളിലേക്ക് കിസ് ചെയ്തു. ചെസ്റ്റർ ഫെൽറ്റ് ഹിസ് മദേഴ്സ് കിസ് റഷ് ഫ്രം ഹിസ് ഹാൻഡ് അപ്പ് ഹിസ് ആം ആൻഡ് ഇൻ ടു ഹിസ് ഹാർട്ട്. അപ്പോൾ ആ ഒരു കിസ് ചെസ്റ്ററിന് എങ്ങനെ ഫീൽ ചെയ്യാണ്? കൈപ്പത്തിയിൽ നിന്ന് കൈകളിലേക്ക് മുകളിലേക്ക് കയറി എവിടേക്ക് എത്തുകയാണ്? ഹാർട്ടിലേക്ക് എത്തുകയാണ് അല്ലേ? ഈവൻ ഹിസ് സിൽക്കി ബ്ലാക്ക് മാസ്ക് ടിങ്കിൾഡ് വിത്ത് എ സ്പെഷ്യൽ വാംത്ത്. അപ്പോൾ ഇവിടെ സന്തോഷം കൊണ്ട്, അത് ചെസ്റ്ററിൻ്റെ ആ ഒരു സന്തോഷമാണ് ഇവിടെ കാണിക്കുന്നത്. അതിൻ്റെ ആ സിൽക്കി ബ്ലാക്ക് മാസ്ക് ഒക്കെ ടിങ്കിൾഡ് വിത്ത് എ സ്പെഷ്യൽ വാംത്ത്, ആ ഒരു ഊഷ്മളമായ ആ ഒരു സ്നേഹത്തിൽ, ആ ചുംബനത്തിൽ എന്തായിപ്പോയി? ടിങ്കിൾഡായി അല്ലേ? ഓക്കെ. ആ ഒരു കോരി തരിച്ചുപോയി എന്ന് നമ്മൾ പറയില്ലേ, അതാണ് ടിങ്കിൾഡ്. ആ ഒരു ഫീലിംഗ് ആണ് ഇവിടെ. ഓക്കെ. ആ ഒരു ടിങ്കിൾ, നമ്മൾ കോരി തരിച്ചുപോ എന്നൊക്കെ പറയുന്ന ഒരു ഫീലിംഗ്. അങ്ങനെ ആയിത്തീർന്നു ആര്? ചെസ്റ്റർ. Miss Raccoon smiled. Now she told Chester. Whenever Miss Raccoon smiled. Now she told Chester. പറയണേ, ഞാൻ ഒന്ന് പറഞ്ഞിപ്പോൾ, whenever you feel lonely and need a little love from home, just press your hand to your cheek and think. അതായത് whenever you feel lonely and need a little love from home, നിനക്ക് എപ്പോഴാണ് നീ ഒറ്റക്കാണ്, നിനക്ക് വീട്ടിൽ നിന്നുള്ള സ്നേഹം, അതായത് ആരുടെ സ്നേഹം? അമ്മയുടെ സ്നേഹം, അത് നിനക്ക് വേണം തോന്നുമ്പോൾ നീ എന്ത് ചെയ്യുക? ജസ്റ്റ് പ്രസ് യുവർ ഹാൻഡ് ടു യുവർ ചീക്ക്. നീ നിൻ്റെ കൈകൾ കവിളിലേക്ക് പ്രസ് ചെയ്യുക. എന്നിട്ട് എന്ത് തിങ്ക് ചെയ്യുക? മമ്മി ലവ്സ് യു, മമ്മി ലവ്സ് യു.
അല്ലേ? മമ്മി നിന്നെ സ്നേഹിക്കുന്നു എന്ന് നീ എന്ത് ചെയ്യാം, തിങ്ക് ചെയ്യാം. ആൻഡ് ദാറ്റ് വെരി കിസ് വിൽ ജംപ് ടു യുവർ ഫേസ് ആൻഡ് ഫിൽ യു വിത്ത് ടോസ്റ്റി വാം തോട്ട്സ്. അപ്പോൾ എന്ത് സംഭവിക്കും? നിൻ്റെ ആ ഒരു കിസ്സ്, നീ ആ വിരലുകൾ മുഖത്തേക്ക് ചീക്കിലേക്ക് പ്രസ് ചെയ്യുമ്പോൾ ആ കിസ്സ് എവിടേക്ക് വരും? നിൻ്റെ മുഖത്തേക്ക് ചാടി വരും, അല്ലേ? ആൻഡ് ദാറ്റ് വെരി കിസ് വിൽ ജംപ് ടു യുവർ ഫേസ് ആൻഡ് ഫിൽ യു വിത്ത് ടോസ്റ്റി വാം തോട്ട്സ്. എന്നിട്ട് നിൻ്റെ ആ ഒരു എന്താ പറയുക, ഒറ്റപ്പെട്ട ചിന്തകളൊക്കെ മാറ്റി അമ്മ ഒരുമിച്ചുള്ള ആ ഒരു ഫീലിംഗ് നിനക്ക് തരും. ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ് ആൻഡ് കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ് അറൗണ്ട് ദ കിസ്, അല്ലേ? എന്നിട്ട് അവൾ എന്ത് ചെയ്തു? ചെസ്റ്റിൻ്റെ ഹാൻഡ് വളരെ സൂക്ഷിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ആ കിസ്സ് കൊടുത്തിട്ട് അതിനിങ്ങനെ മടക്കിയിട്ട് പിടിച്ചു കൊടുക്കൂലേ, അതേപോലെ മടക്കി പിടിച്ചിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് എന്താണ് പറയുന്നത്? ഓക്കെ, നൗ ബി കെയർഫുൾ നോട്ട് ടു ലോസ് ഇറ്റ് ഷിറ്റി സ്റ്റീം. വളരെ തമാശയായിട്ട് എന്ത് പറയാം? വളരെ കെയർഫുള്ളായിരിക്കണം, നീ അതെന്ത് ചെയ്യരുത്, നഷ്ടപ്പെടുത്തരുത്, അല്ലേ? നോട്ട് ടു ലോസ് ഇറ്റ്, നീ അതിന് എന്ത് ചെയ്യരുത്, നഷ്ടപ്പെടുത്തരുത്, അത് നീ ശ്രദ്ധിക്കണം. ബട്ട് ഡോണ്ട് വറി, വെൻ യു ഓപ്പൺ യുവർ ഹാൻഡ് ടു വാഷ് ആഫ്റ്റർ ഹാവിങ് ഫുഡ് ഐ പ്രോമിസ് ദ കിസ് വിൽ സ്റ്റിക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടിക്കാകെ പേടിയാവും, അല്ലേ? കാരണം കൈ പെട്ടെന്ന് തുറന്നു കഴിഞ്ഞാൽ എന്തായിപ്പോൾ കിസ് അങ്ങ് പോയി നഷ്ടപ്പെട്ടു പോവില്ലേ? അപ്പം അമ്മ എന്തും കൂടെ പറയാം, ഡോണ്ട് വറി, നീ പേടിക്കൊന്നും വേണ്ട, വറിയൊന്നും വേണ്ട. വെൻ യു ഓപ്പൺ യുവർ ഹാൻഡ് ടു വാഷ് ആഫ്റ്റർ ഹാവിങ് ഫുഡൊക്കെ കഴിച്ച് നീ കൈ കഴുകാൻ വേണ്ടി കൈ കഴുകില്ലേ, ആ സമയത്ത് എന്ത് സംഭവിക്കും? ഐ പ്രോമിസ് ദ കിസ് വിൽ സ്റ്റിക്ക്. ആ കിസ് എവിടെ ചെയ്യും? നിൻ്റെ കയ്യിൽ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കും, നീ പേടിക്കൊന്നും വേണ്ട. ഭക്ഷണമൊക്കെ കഴിച്ച് നീ കൈ കഴുകുമ്പോഴും ആ കിസ് എവിടെയും പോവില്ല. അമ്മയുടെ ആ ഒരു സ്നേഹം, ആ ഒരു കിസ്, അത് നിൻ്റെ കയ്യിൽ തന്നെ ഒട്ടിപ്പിടിച്ചങ്ങ് കിടക്കും. ജസ്റ്റ് ലൗഡ് ഹിസ് കിസ്സിങ് ഹാൻഡ്. ജസ്റ്റൊക്കെ അത് ഭയങ്കര ഇഷ്ടമായി, അല്ലേ? അമ്മ കൊടുത്ത ആ ഒരു കിസ്സ്, ആ ഒരു ഹാൻഡിൽ കൊടുത്ത കിസ്സ് അത് വളരെയധികം ചെസ്റ്റർക്ക് ഇഷ്ടമായി. നൗ ഹി ന്യൂ ഹിസ് മദേഴ്സ് ലവ് വുഡ് ഗോ വിത്ത് ഹിം വെറെവർ ഹി വെൻറ്റ്. അപ്പോൾ ഇപ്പം ചെസ്റ്റർക്കൊരു കാര്യം മനസ്സിലായി. ചെസ്റ്റർ എവിടെയൊക്കെ പോയാലും അമ്മയുടെ ആ ഒരു സ്നേഹം, ആ ഒരു കിസ്സ് കൂടെ ഉണ്ടാവും. അതായത് അമ്മ കൂടെ ഇല്ലെങ്കിലും അമ്മയുടെ ഒരു സ്നേഹം എപ്പോഴും ആരുടെ കൂടെ ഉണ്ടാവും? ചെസ്റ്ററുടെ കൂടെ ഉണ്ടാവും. ഈവൻ ടു ദ സ്കൂളിൽ പോയാലും ഉണ്ടാവും. അതായത് എവിടെ പോയാലും അമ്മയുടെ സ്നേഹം ചെസ്റ്ററുടെ കൂടെ തന്നെ ഉണ്ടാവും. ദാറ്റ് നൈറ്റ് ചെസ്റ്റർ സ്റ്റുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് സ്കൂൾ ആൻഡ് ലുക്ക്ഡ് തോട്ട്ഫുൾ. അപ്പോൾ ആ ഒരു ദിവസം, ആ ഒരു രാത്രിയിൽ, ഇത് ആനിമൽസിൻ്റെ ആ ഒരു ഇതായത് കൊണ്ടാണ് ആ ഒരു രാത്രി എന്നൊക്കെയുള്ള രീതിയിൽ മെൻഷൻ ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് നമ്മൾ സ്കൂളിലേക്ക് ഇറങ്ങാൻ നേരം എന്നുള്ള രീതിയിൽ നിങ്ങൾ എടുത്താൽ മതി. അപ്പം ജസ്റ്റ് സ്റ്റുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് സ്കൂളിൻ്റെ മുമ്പിലെത്തി ആൻഡ് ലുക്ക്ഡ് തോട്ട്ഫുൾ. അവിടെ ഇങ്ങനെ ചിന്തയോടെ എന്തോ സ്കൂളിൻ്റെ മുമ്പിലെത്തി, സ്കൂളിലേക്ക് പോകാൻ. അപ്പോൾ അവിടെ മുമ്പിലെത്തിയപ്പോൾ എന്തോ ഇങ്ങനെ ആലോചിച്ചിരിക്കുക. സഡൻലി ഹി ടേൺ ടു ഹിസ് മദർ ആൻഡ് ഗ്രീറ്റ്. പെട്ടെന്ന് അവൻ എന്ത് ചെയ്തു? അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയി. ഗിവ് മീ യുവർ ഹാൻഡ് ഷി ടോൾഡ് ഹെർ. അമ്മയോട് എന്ത് പറയാ? അമ്മയുടെ കൈ തരൂ. ജസ്റ്റ് ടുക്ക് ഹിസ് മദേഴ്സ് ഹാൻഡ് ഇൻ ഹിസ് ഓൺ ആൻഡ് അൺഫോൾഡഡ് ഹെർ ലാർജ് ഫെമിലിയർ ഫിംഗേഴ്സ് ഇൻ ടു എ ഫാൻ. ചെസ്റ്റർ തന്നെ എന്ത് ചെയ്തു? അമ്മയുടെ കൈയെടുത്തു, എന്നിട്ട് അതിനെന്ത് ചെയ്തു? ആ കൈ അൺഫോൾഡഡ്, അതായത് നിവർത്തി, അല്ലേ? നിവർത്തി, അതായത് അവൻ ആ പരിചയമുള്ള കൈകൾ, അമ്മയുടെ കൈകളെല്ലാം മക്കൾക്കും നല്ല പരിചയം ഉണ്ടാവും, അല്ലേ? അപ്പോൾ ആ പരിചയമുള്ള അമ്മയുടെ കൈകൾ അവൻ നിവർത്തി. നെക്സ്റ്റ് ഹി ലീൻഡ് ഫോർവേഡ് ആൻഡ് കിസ്ഡ് ദ സെൻറ്റർ ഓഫ് ഹെർ ഹാൻഡ്. എന്നിട്ട് എന്ത് ചെയ്തു? മുന്നോട്ടേക്കാഞ്ഞ് ആ കൈപ്പത്തിയിൽ എന്ത് ചെയ്തു? ചെസ്റ്റർ ഒരു കിസ്സ് കൊടുത്തു. നൗ യു ഹാവ് എ കിസ്സിങ് ഹാൻഡ് ടു. എന്നിട്ട് അമ്മയോട് എന്ത് പറയാ? ഇപ്പോൾ ആർക്കും ഒരു കിസ്സിങ് ഹാൻഡ് ഉണ്ട്, അമ്മയ്ക്കും ഒരു കിസ്സിങ് ഹാൻഡ് ഉണ്ട്. ഹി ടോൾഡ് ഹെർ വിത്ത് എ ജെൻറ്റിൽ ഗുഡ് ബൈ. അതും പറഞ്ഞിട്ട് പതുക്കെ എന്ത് ചെയ്തു? ഗുഡ് ബൈ പറഞ്ഞു. സ്കൂളിലേക്ക് പോവുകയാണല്ലേ. ഐ ലവ് യു ചെസ്റ്റർ സെഡ് ആസ് ഹി ടേൺഡ് ആൻഡ് ഡാൻസ്ഡ് അവേ. ഡാൻസൊക്കെ കളിച്ച്, അതായത് കുട്ടി ഇപ്പോൾ ഭയങ്കര ഹാപ്പിയായി. ആദ്യം ഭയങ്കര മടിയായിരുന്നു, ഇപ്പോൾ അമ്മയോടുള്ള സ്നേഹം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള ആ ഒരു ഉറപ്പ് കിട്ടിയപ്പോൾ വളരെ ഡാൻസൊക്കെ കളിച്ച് വളരെ സന്തോഷത്തിൽ ചെസ്റ്റർ എന്ത് പറയാണ്? ഐ ലവ് യു എന്നും പറഞ്ഞ് ചെസ്റ്റർ തിരിഞ്ഞ് പോവുകയാണ്. ദെൻ മിസ് റെക്കൂൺ വാച്ച്ഡ് ചെസ്റ്റർ സ്കാമ്പർ അക്രോസ് എ ട്രീ ലിം ആൻഡ് എൻ്റർ ദ സ്കൂൾ. അല്ലേ? സ്കാമ്പർ എന്ന് പറഞ്ഞാൽ ആ തുള്ളിച്ചാടി പോകുന്ന ചെസ്റ്ററിനെ അമ്മ എന്ത് ചെയ്യാണ്? ആ മരത്തടിയുടെ പിറകിൽ നിന്ന് നോക്കുകയാണ്, അല്ലേ? ആ സ്കൂളിലേക്ക് പോകുന്ന ചെസ്റ്ററെ. അതിവിടെ ഈ പിക്ചറിൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആസ് ദ ഫസ്റ്റ് ബെൽ ഓഫ് ദ ന്യൂ സ്കൂൾ ഇയർ റാങ്. ആ വർഷത്തെ ആദ്യത്തെ
അതായത് ചെസ്റ്ററിൻ്റെ ആദ്യ ദിനത്തിലെ ആ ഒരു സ്കൂൾ ബെല്ലവിടെ മുഴങ്ങുകയാണ്. ഷി പ്രസ്ഡ് ഹെർ ലെഫ്റ്റ് ഹാൻഡ് ടു ഹെർ ചീക്ക് ആൻഡ് സ്മൈൽഡ്. അപ്പോൾ അമ്മ എന്ത് ചെയ്യാണ്, അവളുടെ ലെഫ്റ്റ് ഹാൻഡ് ചീക്കിലേക്ക് പ്രസ് ചെയ്ത് ചിരിച്ചു. ദ വാംത്ത് ഓഫ് ചെസ്റ്റേഴ്സ് കിസ് ഫിൽഡ് ഹെർ ഹാർട്ട് വിത്ത് സ്പെഷ്യൽ വേർഡ്സ്. അപ്പോൾ അമ്മക്കും എന്ത് കിട്ടിയിട്ടുണ്ട്, ചെസ്റ്ററിൽ നിന്ന് ഒരു കിസ്സിങ് ഹാൻഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചെസ്റ്ററുടെ ആ ഒരു ഊഷ്മളമായ സ്നേഹം അമ്മയുടെ ഹൃദയത്തിൽ പ്രത്യേകതരം വാക്കുകളായിട്ട് എന്ത് ചെയ്യാണ്, വരികയാണ് അല്ലേ. എന്താണ് ആ വാക്ക്? ചെസ്റ്റർ ലവ്സ് യു. ഇറ്റ്സ് ആൻഡ് ചെസ്റ്റർ ലവ്സ് യു. എന്താണ് ആ വാക്ക്? ചെസ്റ്റർ ലവ്സ് യു അല്ലേ. ചെസ്റ്റർ അമ്മയെ സ്നേഹിക്കുന്നു, ചെസ്റ്റർ അമ്മയെ സ്നേഹിക്കുന്നു. ആ വാക്കുകൾ ഇവിടെ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കഥ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി സ്റ്റോറി ഇഷ്ടപ്പെടുമ്പോൾ തന്നെ അതിൻ്റെ ഓതർ ആരാണെന്നും കൂടെ നമ്മൾ അറിയണ്ടേ. ഇതിൻ്റെ ഓതർ എന്ന് പറയുന്നത്, ഈ കഥ എഴുതിയത് ഓഡ്രി പെൻ എന്ന അമേരിക്കൻ റൈറ്ററാണ് അല്ലേ. റൈറ്റർ ഓഫ് സ്റ്റോറീസ് ഓഫ് ചിൽഡ്രൻ, കുട്ടികൾക്ക് വേണ്ടിയുള്ള കഥകളൊക്കെ എഴുതുന്ന ആളാണ്. ഷീ ഈസ് ബെസ്റ്റ് നോൺ ഫോർ ദ കിസ്സിങ് ഹാൻഡ്, എ പിക്ചർ ബുക്ക് ഫീച്ചറിങ് റെക്കോർഡ്സ് വിത്ത് ഹ്യൂമൻ ക്വാളിറ്റീസ്. അപ്പോൾ ഇദ്ദേഹം സ്ത്രീയാണ് അല്ലേ. അപ്പോൾ ഇവർ അറിയപ്പെടുന്നത് തന്നെ കിസ്സിങ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഈ പിക്ചർ ബുക്കിലാണ് അല്ലേ. ഇതിലെന്താണ് കൊടുത്തിരിക്കുന്നത്? ഈ ആനിമൽസിന് ഹ്യൂമൻ ക്വാളിറ്റി, മനുഷ്യന്മാർ ചെയ്യുന്ന ആ ഒരു കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരു പിക്ചർ പുസ്തകത്തിലാണ് ഈ ഓഡ്രി പെൻ അറിയപ്പെടുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ചെസ്റ്റർ റെക്കോണിൻ്റെ സ്റ്റോറി. വളരെ നല്ല കളർഫുൾ പിക്ചറൊക്കെ ആയിട്ടുള്ള ടെക്സ്റ്റാണ് നമുക്ക് ഈ വർഷം കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന സ്റ്റോറിയും വളരെ നല്ല സ്റ്റോറിയൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു പാഠഭാഗം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെയുള്ള വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൻ്റെ കാര്യം മറന്നു പോകരുത്.